ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ ഇന്ന് മുതൽ ഒരു ഡെയിലി റൗണ്ട് അപ്പ് പോലെയായിരിക്കും വീഡിയോകൾ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ മത്സരത്തിന്റെ റിവ്യൂ, ഇനി വരാൻ പോകുന്ന മത്സരത്തിന്റെ പ്രിവ്യൂ, ആ രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. പ്രോജക്ട് പോണ്ടിങ്ങിന് വിജയത്തുടക്കം. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തകർത്തടിച്ച മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 11 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. IPL ചരിത്രത്തിലെ തങ്ങളുടെ കന്നിക്കിരീടം കൊതിച്ചിറങ്ങുന്ന പഞ്ചാബ് കിങ്സിന് ഇതൊരു നല്ല തുടക്കമാണ്. 9 സിക്സറുകളുടെയും 5 ഫോറുകളുടെയും അകമ്പടിയോടെ 42 പന്തിൽ 97 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ശ്രേയസ് അയ്യർ റെഡ് ഹോട്ട് ഫോമിലാണ്. ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലായാലും അതിനു മുൻപ് നടന്ന മത്സരങ്ങളിലായാലും ഒക്കെ മികച്ച ഫോമിലാണ് ശ്രേയസ് അയ്യർ കളിക്കുന്നത്. ആ ഫോം ഇവിടെയും തുടർന്നു. വളരെ മികച്ച രീതിയിലാണ് ശ്രേയസ് അയ്യർ ഇന്നിംഗ്സിലുടനീളം ബാറ്റ് ചെയ്തത്. റഷീദ് ഖാനെ പോലും ശ്രേയസ് വെറുതെ വിട്ടില്ല. ഇനി നമ്മൾ ആദ്യത്തെ ഇന്നിംഗ്സിലേക്ക്, അതായത് പഞ്ചാബിന്റെ ബാറ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ്സ് പഞ്ചാബിനുണ്ട്. ഓപ്പണറായി എത്തിയ യുവതാരം പ്രിയാൻ ഷാരിയുടെ പ്രകടനം പഞ്ചാബിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അരങ്ങേറ്റ മത്സരത്തിന്റെ യാതൊരു ഭയവും ഇല്ലാതെയാണ് പ്രിയാൻ ഷാരിയെ ബാറ്റ് ചെയ്തത്. കുറച്ച് അൺഓർത്തഡോക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശൈലിയാണ് പ്രിയാൻഷിന്റേത്. വളരെ മികച്ച തുടക്കം പഞ്ചാബിന് നൽകാൻ പ്രിയാൻഷിന് കഴിഞ്ഞു. നാലാമനെ എത്തി മാക്സ്വെലിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് കളിച്ചത്. ആദ്യ പന്തിൽ തന്നെ ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച് LBW ആയി പുറത്തായി. ശരിക്കും പറഞ്ഞാൽ റിവ്യൂ എടുത്തിരുന്നെങ്കിൽ മാക്സ്വെൽ രക്ഷപ്പെട്ടേനെ. കാരണം ആ ബോൾ വിക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ മാക്സ്വെൽ റിവ്യൂ എടുത്തില്ല. വീണ്ടും ഒരു ഗോൾഡൻ ഡക്ക് കൂടി. ഇനി മാക്സ്വെലിന് തൊട്ട് മുമ്പിറങ്ങിയ അസ്മത്തുൽ ഒമർസായി ആയാലും അത് കഴിഞ്ഞിറങ്ങിയ സ്റ്റോയിനിസ് ആയാലും വലിയ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ശ്രേയസ് അയ്യറിന് മികച്ച പിന്തുണയാണ് നൽകിയത്. പിന്നീട് അവരുടെ ഇന്നിംഗ്സിൽ ഒരു ഇമ്പാക്റ്റ് ആയി മാറിയത് ശശാങ്കിന്റെ ഇന്നിംഗ്സ് ആണ്. 16 പന്തുകളിൽ നിന്ന് 6 ഫോറും 2 സിക്സും അടക്കം 44 റൺസാണ് ശശാങ്ക് എടുത്തത്. പഞ്ചാബ് ജയിച്ചത് വെറും 11 റണ്ണിനാണെന്ന വസ്തുത നമ്മൾ ഓർക്കുമ്പോഴാണ് ആ ഒരു ഇന്നിംഗ്സിന്റെ ഇമ്പാക്ട് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ശ്രേയസ് അയ്യർ 97 നിൽക്കുമ്പോഴാണ് ശശാങ്ക് തുടർച്ചയായി അവസാന ഓവറിൽ ബൗണ്ടറികൾ പായിച്ചത്. ശ്രേയസ് ഒരു മികച്ച ടീം പ്ലെയർ ആണെന്ന് കൂടി ഇത് തെളിയിക്കുന്നു. ക്യാപ്റ്റനായ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഇനി സെഞ്ചുറിക്ക് വേണ്ടി ഒരു സിംഗിൾ ഇടാനോ അല്ലെങ്കിൽ സ്ട്രൈക്കിൽ തന്നെ എത്തിക്കാനോ ആവശ്യപ്പെട്ടില്ല. പകരം ശശാങ്കിനോട് തകർത്തടിക്കാനാണ് ശ്രേയസ് ആവശ്യപ്പെട്ടത്. അത് മത്സരത്തിൽ നിർണായകമാവുകയും ചെയ്തു. ആദ്യ ഇന്നിംഗ്സിലെ പഞ്ചാബിന്റെ പോസിറ്റീവ് വശങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഗുജറാത്തിനായി ഏറ്റവും പോസിറ്റീവായി എനിക്ക് തോന്നിയത് സായി കിഷോറിന്റെ ബൗളിംഗ് ആണ്. അതായത് ഒരു വശത്ത് പഞ്ചാബ് ബാറ്റർമാർ തകർത്തടിക്കുമ്പോഴും മറുവശത്ത് നിന്ന് നന്നായി ബോൾ ചെയ്ത് മാറാൻ സായി കിഷോറിന് കഴിഞ്ഞു. 4 ഓവറിൽ വെറും 30 റൺസ് മാത്രം വഴങ്ങിയാണ് 3 വിക്കറ്റുകൾ സായി കിഷോർ എടുത്തത്. അതും ഒരു ഓവറിൽ ശ്രേയസ് അയ്യർ സായി കിഷോറിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് അതൊരു 30 റൺസിൽ എത്തിയത്. അല്ലെങ്കിൽ ഇക്കോണമി റേറ്റ് അതിലും കുറഞ്ഞേനെ. ബാക്കിയുള്ള ബൗളർമാരെല്ലാം 10, 12, 13, 17, 21 ഇങ്ങനെ ഹൈ ഇക്കോണമി റേറ്റിൽ പോകുമ്പോഴാണ് സായി കിഷോർ വളരെ മനോഹരമായി ഇക്കോണമി റേറ്റ് 8 താഴെ എറിഞ്ഞു മാറിയത്. ഇനി രണ്ടാം ഇന്നിംഗ്സിലേക്ക് വന്നാൽ 244 എന്നൊരു വലിയ ടാർഗറ്റാണ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ ഉയർത്തിയത്. എങ്കിലും ബാറ്റിങ്ങിനെ അളവറ്റ് തുണച്ചിരുന്ന ആ പിച്ചിൽ ആ സ്കോർ ചേസ് ചെയ്യുക എന്നത് അസംഭവ്യമായ കാര്യമൊന്നും ആയിരുന്നില്ല. അത് ഗുജറാത്തിന്റെ ബാറ്റിംഗിൽ നിന്ന് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഓപ്പണറായി എത്തിയ സായി സുദർശൻ തുടക്കത്തിൽ അല്പം പതുക്കെയാണ് കളിച്ചതെങ്കിലും ശുഭ്മാൻ ഗിൽ കത്തിക്കേറുകയായിരുന്നു. സിക്സറുകളും ഫോറുകളും ഒക്കെ ഗിൽ അതിവേഗം സ്കോറിംഗ് റേറ്റ് ഉയർത്തി. ബാറ്റിംഗിൽ സംപൂജനയും അടങ്ങിയ മാക്സ്വെൽ അവിടെയാണ് രക്ഷകനായി അവതരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശുഭ്മാൻ ഗിലിന്റെ പുറത്താകൽ എനിക്കൊരു ദേജാവോ അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം ഒക്കെ പോലെയായിരുന്നു. കാരണം 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇതേ രീതിയിൽ മാക്സ്വെൽ നമ്മുടെ രോഹിത് ശർമ്മയെ പുറത്താക്കുന്നത്. ആ മത്സരത്തിലെ പ്രധാനമായ ഒരു വഴിത്തിരിവും അത് തന്നെയായിരുന്നു. ഇവിടെയും അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു പുറത്താകൽ. ശുഭ്മാൻ ഗിൽ മാക്സ്വെലിനെ അറ്റാക്ക് ചെയ്യാനായി ഇറങ്ങി വരുന്നു. പന്ത് എഡ്ജ് ചെയ്യുന്നു. കവർ ഫീൽഡർ ആ പന്ത് കൈകളിൽ ഒതുക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ സായി സുദർശനും ജോസ് ബട്ട്ലറും ചേർന്ന് വളരെ മികച്ച രീതിയിലാണ് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് വിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഒരു ചേസബിൾ സ്കോർ ആണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് അവർ കളിച്ചത്. 11, 12, 13, 14 ഓവറുകൾ ഗുജറാത്ത് ടൈറ്റൻസിന് വളരെ നല്ലതായിരുന്നു. ഈ 4 ഓവറുകളിൽ നിന്നായി അവർക്ക് വന്നത് 65 റൺസാണ്. ഇതിനിടയിലാണ് ഹർഷദീപ് സിംഗ് സായി സുദർശന്റെ വിക്കറ്റ് എടുക്കുന്നത്. അതിനുശേഷം ഇമ്പാക്ട് പ്ലെയറായി ഷെർഫെയിൻ റുദർഫോർഡാണ് വന്നത്. റുദർഫോർഡ് വന്ന ഉടനെ കുറച്ച് ബൗണ്ടറികൾ സ്കോർ ചെയ്ത് റൺ റേറ്റ് വീണ്ടും ഉയർത്തി. ആ നിമിഷം ഗുജറാത്ത് ആരാധകരുടെ മുന്നിൽ ഒരു ഹീറോയുടെ പരിവേഷമായിരുന്നിരിക്കണം റുദർഫോർഡിന്. എന്നാൽ അധികം വൈകാതെ അത് മാറി മറിഞ്ഞു. പഞ്ചാബിന്റെ ഇമ്പാക്ട് പ്ലെയറായി വൈശാഖ് വിജയകുമാർ എത്തി. വൈശാഖിനാകെ ഒരൊറ്റ തന്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ: വൈഡ് ലൈനിൽ പന്തെറിയുക, മാക്സിമം യോർക്കറുകൾ തന്നെ നോക്കുക. ഇനി അത് ഫുൾ ടോസ് ആയി പോയാലും ഓഫ് സൈഡിലേക്ക് അടിക്കാൻ അല്പം പാടാണെന്ന് വൈശാഖിന് അറിയാമായിരുന്നു. ഇവിടെയാണ് റുദർഫോർഡിന് പിഴച്ചത്. അതായത് ഒരു ബോളർ ഒരേ സ്പോട്ടിൽ തന്നെ വീണ്ടും വീണ്ടും ബോൾ ചെയ്യുക എന്നത് ഒരു ബാറ്ററുടെ പരാജയമാണ്. അതായത് ബോളർമാർ ഒരേ ലൈനിലും ലെങ്തിലും വീണ്ടും വീണ്ടും ബോൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ബാറ്റിംഗിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്ന് ആ ലൈൻ ചേഞ്ച് ചെയ്യാൻ ബോളർമാരെ ഫോഴ്സ് ചെയ്യണം. ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയാൽ പഞ്ചാബ് കിങ്സ് ഓഫ് സൈഡിലെ ബൗണ്ടറിയിൽ കൃത്യമായി ഫീൽഡർമാരെ വിന്യസിച്ചിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി തുടങ്ങി വെച്ചത്. അതേസമയം തന്നെ ലെഗ് സൈഡ് ബൗണ്ടറിയിൽ ഇനി ഡീപ്പ് സ്ക്വയർ ലെഗിലായാലും ഡീപ്പ് ഫൈൻ ലെഗിലായാലും ഫീൽഡർമാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റുദർഫോർഡിന് ആ ഒരു ആംഗിൾ കവർ ചെയ്ത് ഓഫ് സൈഡിലോട്ട് നീങ്ങി നിന്നിട്ട് ഒരു സ്വീപ്പോ അല്ലെങ്കിൽ ഒരു ലാപ്പോ ഒരു സ്കൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു. എന്നാൽ അവസാന നിമിഷം വരെ റുദർഫോർഡ് അതിന് തയ്യാറായില്ല. പകരം ഓഫ് സൈഡിലിട്ട് വീശിക്കൊണ്ടിരുന്നു. ബോൾ ആണെങ്കിൽ ബാറ്റിലധികം കൊണ്ടതുമില്ല. ഇനി കൊണ്ടതൊക്കെ തന്നെ അവരുടെ ഫീൽഡർമാരുടെ കൈകളിലാണ് എത്തിയത്. അങ്ങനെ വന്നപ്പോൾ റിക്വയർഡ് റേറ്റ് കൂടി. മത്സരം അവരുടെ കൈവിട്ടു പോയി. ഇതിനിടയിൽ അധികം സ്ട്രൈക്ക് കിട്ടാതിരുന്ന ബട്ട്ലറും ഔട്ടായി.
അതോടെ മത്സരം പൂർണ്ണമായും പഞ്ചാബിന്റെ വരുതിയിലായി. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി വിജയിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് രണ്ടാം പന്തിൽ രാഹുൽ തെവാത്തിയ ചെയ്തത്. നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ തന്റെ സിഗ്നേച്ചർ സ്റ്റൈലിലൂടെ തെവാത്തിയയ്ക്ക് ബോൾ സിക്സർ പറത്താൻ കഴിഞ്ഞു. റുദർഫോർഡിന്റെ ടോട്ടൽ സ്കോർ നോക്കിയാൽ ഒരു ഡീസന്റ് ഇന്നിംഗ്സ് ആണ്. പക്ഷേ കളിയുടെ ഇമ്പാക്ട് വെച്ച് നോക്കിയാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ തെവാത്തിയോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനോ പൊസിഷനിൽ ഇറങ്ങുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പഞ്ചാബിന്റെ ബൗളർമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2 വിക്കറ്റ് എടുത്ത അർഷദീപും അതുപോലെ തന്നെ വിക്കറ്റ് ഒന്നും എടുത്തില്ലെങ്കിലും 3 ഓവറിൽ 28 റൺസ് മാത്രം വഴങ്ങിയ വൈശാഖ് വിജയകുമാറുമാണ് മികച്ചു നിന്നത്. എങ്കിലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ വൈശാഖ് ഇതേ സ്ട്രാറ്റജി പിന്തുടരുകയാണെങ്കിൽ ബാറ്റർമാർ അത് നോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും പോണ്ടിങ്ങിനും ശ്രേയസ് അയ്യറിനും കീഴിൽ മികച്ചൊരു തുടക്കം തന്നെയാണ് പഞ്ചാബ് കിങ്സിന് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് പോകാം. ആസാമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് നേരിടുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ സെക്കൻഡ് ഹോമാണ് അസമിലെ ഗുവാഹത്തി. 2 ടീമുകളും സീസണിലെ തങ്ങളുടെ ആദ്യ ജയം പ്രതീക്ഷിച്ചാണ് ഇറങ്ങുന്നത്. ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഹൈദരാബാദിൽ വെച്ച് ഒരു റൺമഴ കണ്ട മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെയും തോൽപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരുടെ പകിട്ടിന് ചേർന്നൊരു പ്രകടനമല്ല KKR നടത്തിയത്. രാജസ്ഥാൻ റോയൽസ് ആവട്ടെ സൺറൈസേഴ്സ് ബാറ്റർമാരുടെ ആ ഒരു ഓൺസ്ലോഡിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വന്നു. നമുക്കാദ്യം രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ മത്സരം രാജസ്ഥാൻ റോയൽസിന്റെ സ്റ്റാൻഡ് ഇൻ ക്യാപ്റ്റനായ റിയാൻ പരാഗിന് ഒരുപാട് വിശേഷതകൾ നിറഞ്ഞതാണ്. കാരണം റിയാൻ പരാഗ് ആസാം സ്വദേശിയാണ്. അങ്ങനെ സ്വന്തം കാണികളുടെ മുന്നിൽ തന്റെ ടീമിനെ നയിക്കാൻ റിയാൻ പരാഗിന് ഒരു അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ മത്സരം വിജയിക്കാൻ തന്നെയായിരിക്കും റിയാൻ പരാഗിന് ആഗ്രഹം. കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ സഞ്ജു സാംസൺ ഇമ്പാക്ട് പ്ലെയറായി തന്നെയായിരിക്കും ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ അത്രയും വലിയൊരു സ്കോർ പിന്തുടർന്നിട്ടും ബാറ്റേഴ്സ് കാണിച്ച ആ ഒരു എഫേർട്ട്, ആ ഒരു ഫോം എന്ന് പറയുന്നത് തീർച്ചയായും രാജസ്ഥാന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. സഞ്ജു സാംസൺ ആയാലും ധ്രുവ് ജുറേലായാലും പിന്നീട് ഷിംറോൺ ഹെറ്റ്മേർ ആയാലും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. അവർക്കൊരു തലവേദന എന്ന് പറയുന്നത് ബോളർമാരുടെ ഫോമാണ്. അവരുടെ പ്രധാന സ്ട്രൈക്ക് ബോളറായ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ നിന്ന് 76 റൺസുകളാണ് വിട്ടുകൊടുത്തത്. അതൊരു IPL റെക്കോർഡാണ്. എങ്കിലും ജോഫ്ര ആർച്ചറിന് ഈ മത്സരത്തിൽ പുറത്തിരുത്താൻ സാധ്യതയില്ല. ഇനി കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിലും കാര്യമായ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇനി ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരൊറ്റ മത്സരം കൊണ്ട് ഒരു ടീമിനെയും ഒരു താരങ്ങളെയും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. എങ്കിലും ഒരു പ്രധാന ചേഞ്ച് വരാൻ ഞാൻ സാധ്യത കാണുന്നത് വനിന്ദു ഹസരംഗയുടെ കാര്യത്തിലാണ്. ഹസരംഗ ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. ഈ മത്സരത്തിൽ ഹസരംഗയെ കളിപ്പിക്കാൻ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം മഹേഷ് തീക്ഷ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും പവർ പ്ലേയിൽ യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിലും യൂസ് ചെയ്യാവുന്ന ഒരു ബോളറാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി ഓപ്പണിംഗ് ഇറങ്ങുന്നത് സുനിൽ നരേനാണ്. സുനിൽ നരേൻ പവർ പ്ലേ ഓവേഴ്സിലൊക്കെ സ്പിന്നെ നന്നായി ഹിറ്റ് ചെയ്യുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് തീക്ഷ്ണയുമായിട്ടൊരു മാച്ചപ്പ് ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സ്പിന്നറിനെ മാത്രമാണ് രാജസ്ഥാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ മഹേഷ് തീക്ഷ്ണയ്ക്ക് പകരം ഹസരംഗയെ ടീമിലിടാം. അത് മാത്രമല്ല, ഹസരംഗ ലോക T20 റാങ്കിങ്ങിൽ 4ാമതുള്ള ബോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോളറെ തുടർച്ചയായി 2ാം മത്സരത്തിലും പുറത്തിരുത്തുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി 2 സ്പിന്നേഴ്സുമായിട്ടാണ് അവർ മത്സരത്തിനിറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ആർച്ചറോ അല്ലെങ്കിൽ ഫസൽ ഫറൂഖിയോ പുറത്തിരിക്കേണ്ടി വരും. അല്ലാതെ വലിയ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ബാറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു പേരാണ് ശുഭം ദുബെ. അപ്പോൾ ശുഭം ദുബെ ഒരു യങ് പ്ലെയർ ആണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിയിൽ, നല്ല അറ്റാക്കിംഗ്, നല്ല സ്ട്രൈക്ക് റേറ്റിൽ എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാൻ ശുഭം ദുബൈക്കും കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ ബാറ്റേഴ്സിന്റെ പേര് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ പേരാണ്. തീർച്ചയായിട്ടും ഒരു മെൻഷൻ ഡിസേർവ് ചെയ്യുന്ന പെർഫോമൻസ് ആയിരുന്നു ശുഭം ദുബൈയുടേത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീമിൽ അങ്ങനെ വലിയ ഒരു ചോപ്പ് ആൻഡ് ചേഞ്ച് കാണാൻ സാധ്യതയില്ല. ഇത് മാത്രമാണ് ഒരു ചേഞ്ചിന് സാധ്യത കാണുന്നത്. ഇനി നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം എടുത്താലും അവരും തങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ ഒറ്റ മത്സരം കൊണ്ട് ഉടച്ചു വാർക്കാനൊന്നും സാധ്യതയില്ല. ഒരു മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരും താരങ്ങൾക്കൊരു ലോങ് റോപ്പ് കൊടുക്കാനായിരിക്കും ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ഒരു മത്സരം തോറ്റു എന്ന് പറഞ്ഞിട്ട് ആ ടീമിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് അല്ല അവരുടേത്. അപ്പോൾ നമുക്ക് അവിടെയും വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇനി ഒരു ചേഞ്ച്, അതും ഈ മത്സരത്തിൽ കാണുന്നില്ല എങ്കിൽ പോലും ഒരു ചേഞ്ച് വേണമെങ്കിൽ നോക്കാവുന്നത് ഡീകോക്കിന് പകരം ഗുർബാസിനെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ അവർക്ക് ഫിൽസാൾട്ടാണ് മികച്ച തുടക്കങ്ങൾ നൽകിയത്. അപ്പോൾ ഫിൽസാൾട്ട് ഇംഗ്ലണ്ട് താരമാണെന്ന് അന്ന് ഫിൽസാൾട്ട് പോയതിനു ശേഷം പ്ലേ ഓഫിലും ഫൈനലിലും ഗുർബാസ് ആണ് കളിച്ചത്. ഗുർബാസ് മികച്ച രീതിയിൽ തന്നെ കളിക്കുകയുണ്ടായി. അപ്പം ഗുർബാസ് അത്യാവശ്യം നല്ല ഫോമിലുള്ള താരവുമാണ്. അപ്പം ഡീകോക്കിന്റെ ടൈം ഇങ്ങനെ റൺഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യ മത്സരത്തിൽ ഒരു ഫെയിലിയർ ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. അപ്പോൾ പക്ഷെ ഇന്ന് കളിച്ച് ഇന്നും ഫെയിൽ ആവുകയാണ്. അതുപോലെ അടുത്ത മത്സരത്തിലും സംഭവിക്കുകയാണെങ്കിൽ ഗുർബാസ് തീർച്ചയായും തിരികെ ടീമിൽ വരും. കാരണം സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും റീസെന്റ് ഫോം നോക്കിയാലും എല്ലാം ഗുർബാസ് ആണ് ഇപ്പോൾ ഡീകോക്കിനേക്കാൾ കുറച്ചുകൂടെ മികച്ചു നിൽക്കുന്നത്. എന്നാൽ വിക്കറ്റ് കീപ്പിംഗ് കേപ്പബിലിറ്റി നോക്കിയാൽ ഡീകോക്ക് തന്നെയാണ് ഗുർബാസിനേക്കാൾ മികച്ചത്. അപ്പോൾ അവർ ഇന്ന് നമ്മുടെ ഡീകോക്കിനെ വെച്ച് തന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഫോം അല്ലെങ്കിൽ ഗുർബാസിനെ കൊണ്ട് സ്വാപ്പ് ചെയ്യാനും മതി. അല്ലാതെ ടീമുകളിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഇനി ചിലപ്പോൾ റിങ്കു സിംഗിന് കുറച്ചുകൂടെ, അതായത് ബാറ്റിംഗ് ഓർഡറിൽ കുറച്ചുകൂടെ മുൻപോട്ട് ചിലപ്പോൾ പുഷ് ചെയ്യുമായിരിക്കും. അങ്ങനെ രഹാനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് അവരുടെ ടീമിലെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്വാപ്പുകൾ ഉണ്ടാവും എന്നല്ലാതെ ടീമിലും വലിയ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
ഇനി ഗുവാഹട്ടി സ്റ്റേഡിയം, അതായത് മത്സരം നടക്കുന്ന ഗുവാഹട്ടി സ്റ്റേഡിയത്തിലേക്ക് വന്നാൽ രാജസ്ഥാന്റെ ജയ്പൂർ സ്റ്റേഡിയത്തെ അപേക്ഷിച്ച് റൺസ് കൂടുതൽ ഒഴുകാൻ സാധ്യതയുള്ള പിച്ചാണ്. ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു 190 ആണ്. 190 ആ ഒരു റേഞ്ചാണ് ആവറേജ് സ്കോർ. അത് മാത്രമല്ല, കഴിഞ്ഞ IPL സീസണുകൾ നോക്കുകയാണെങ്കിൽ 4 മത്സരങ്ങളിൽ 3 എണ്ണം, ഒരെണ്ണം വാഷ് ഔട്ടായി. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് ഗുവാഹത്തിയിൽ കളിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് വാഷ് ഔട്ടായി. അല്ലാതെ നടന്ന 3 മത്സരത്തിൽ 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചത്. അപ്പോൾ സാമ്പിൾ സൈസ് വളരെ കുറവാണ്, വെറും 3 മത്സരങ്ങളുടെ ഇത് മാത്രമേ ഉള്ളൂ റീസെൻ്റ് ആയിട്ട്. അപ്പോൾ അതിൽ 2ലും ആദ്യം ബാറ്റ് ചെയ്തവരാണ് ജയിച്ചത്. ഒരു 190 ആണ് ഒരു ആവറേജ് സ്കോറായിട്ട് വരുന്നത്. ഇനി ഇവിടെ നടന്നൊരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20യിൽ ഇന്ത്യ ഒരു 237 സ്കോർ ചെയ്തു. അതിന് മറുപടിയായിട്ട് സൗത്ത് ആഫ്രിക്ക ഒരു 221 സ്കോർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ IPL, അതായത് ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും 200 ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു IPL-ലായാലും കഴിഞ്ഞ സീസണിലായാലും ട്രെൻഡുകൾ നോക്കുമ്പോൾ പവർ പ്ലേ നന്നായിട്ട് മാക്സിമൈസ് ചെയ്യുക, പിന്നീട് വരുന്ന ബാറ്റർമാരും അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിംഗ് ഇൻസ്റ്റിങ്ക്ട് തുടരുക എന്നൊരു ശൈലിയാണ് ഇപ്പോൾ സ്വീകരിച്ച് പോരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 200+ സ്കോർ നമ്മുടെ ഗുവാഹത്തിയിൽ പിറക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാരണം അതാണ് ഒരു ട്രെൻഡ്. അപ്പോൾ തീർച്ചയായും നമുക്കൊരു 200+ സ്കോർ പ്രതീക്ഷിക്കാം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് 3-2 മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത്. എങ്കിലും മിക്കവാറും ട്രെൻഡ് അനുസരിച്ച് ബോളിംഗ് തന്നെയാണ് പോകാൻ സാധ്യത. പക്ഷേ ബാറ്റ് ചെയ്ത ടീമും കൂടുതൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പിൾ സൈസ് വളരെ കുറവാണ്, 3 മത്സരങ്ങളുടെ ഫലങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗെസ്സോ അല്ലെങ്കിൽ കാൽക്കുലേഷനോ നടത്താൻ പറ്റില്ല. എങ്കിലും ആ ഒരു ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും അത്യാവശ്യം നല്ല ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ്. അപ്പോൾ എന്തായാലും ഒരു 200+ സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ, അത് രാജസ്ഥാൻ നിരയിൽ നിന്ന് റിയാൻ പരാഗിന്റെ പെർഫോമൻസ്, അതായത് സ്വന്തം കാണികളുടെ മുന്നിൽ എങ്ങനെയായിരിക്കും റിയാൻ പരാഗ് പെർഫോം ചെയ്യുക, എങ്ങനെയായിരിക്കും തൻ്റെ സൈഡിനെ ലീഡ് ചെയ്യുക എന്നറിയാൻ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ ധ്രുവ് ജുറൽ ഒരു വലിയ പ്രൈസ് ടാഗോടെ വന്ന പ്ലെയറാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതാണ് ധ്രുവ് ജുറൽ. അപ്പോൾ ധ്രുവ് ജുറലും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. രാജസ്ഥാൻ നിരയിൽ നിന്ന് ആ 2 താരങ്ങളെ പ്രകടനമാണ് ഞാൻ കൂടുതൽ ഉറ്റുനോക്കുന്നത്. സഞ്ജു മികച്ച ഫോമിലാണ്. സഞ്ജു ആ ഒരു ഫോം ഇന്നും തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കൊൽക്കത്ത നിരയിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീകോക്കിന്റെ ടൈം റൺഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ ഡീകോക്കിനെ അപേക്ഷിച്ച് വളരെ മോശം സീസൺ ആയിരുന്നു. തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം IPL സീസൺ ആയിരുന്നു ഡീകോക്കിന്റെ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 അറൗണ്ട് 10-12 ആ ഒരു ശരാശരി മാത്രമേ കഴിഞ്ഞ സീസണിൽ ഡീകോക്കിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോലൊരു ഡിഫെൻഡിങ് ചാമ്പ്യൻസ് സൈഡിലാണ് ഡീകോക്ക് ഉള്ളത്. അതുപോലെ ഗുർബാസ് ഒരു സൈഡിൽ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഡീകോക്കിന്റെ പ്രകടനം വളരെയേറെ നിർണായകമാണ്. പിന്നൊരു പ്ലെയർ എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഓവറിൽ ഫിൽ സാൾട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം മികച്ച രീതിയിലാണ് വരുൺ ചക്രവർത്തി തിരിച്ചു വന്നത്. അപ്പോൾ വരുൺ ചക്രവർത്തി എങ്ങനെയായിരിക്കും ഈ മത്സരത്തിൽ പോവുക, അതുപോലെ തന്നെ സുനിൽ നരേനും. ഈ മാച്ചപ്പുകളെ പറ്റി പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പിന്നിന് നന്നായിട്ട് കളിക്കുന്ന താരങ്ങളുള്ള ടീമാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ ആയാലും അതിനുശേഷം വരുന്ന ധ്രുവ് ജുറൽ ആയാലും റിയാൻ പരാഗ് ആയാലും ഒക്കെ സ്പിന്നിന് നന്നായിട്ട് കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അവർക്കെതിരെ വരുൺ ചക്രവർത്തി, അതുപോലെ തന്നെ സുനിൽ നരേൻ എങ്ങനെയായിരിക്കും ആ ഒരു പെർഫോം ചെയ്യുക എന്നുള്ള കാര്യവും ഉറ്റുനോക്കുന്ന ഒരു പ്രകടനമാണ്. അപ്പോൾ ആ ഒരു ബാറ്റിൽ ആര് ജയിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മത്സരത്തിന്റെ ഫലവും ഒരുപക്ഷെ നിർണ്ണയിക്കപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രാജസ്ഥാൻ ആയിരിക്കുമോ കൊൽക്കത്ത ആയിരിക്കുമോ ഇന്ന് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.